ഇന്ന് ബീഫ് വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബീഫ് കോഫ്ത കറിയാണ്. എല്ലാത്തരം മെയിൻ ഡിഷസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രേവിയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം കോഫ്ത റെഡിയാക്കാം. ഇവിടെ 1/2 കിലോ ബീഫ് കഴുകി വാരി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ആദ്യം ഇതൊന്ന് കുക്കറിൽ വേവിക്കാം. കുക്കറിൽ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കുക. കോഫ്ത റെഡിയാക്കാനായിട്ട് 2 സവാള എടുക്കുക, 1 നാരങ്ങ, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി 2 ഇഞ്ച് കഷ്ണം, മല്ലിയില കുറച്ച്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഈ കറിക്ക് ഉപയോഗിക്കണം എന്നില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും കൂടി ചേർക്കുക. നന്നായി ഇളക്കി വഴറ്റി കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പിരിയൻമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിരിയൻമുളക് പൊടി ഉപയോഗിച്ചാൽ കറിക്കൊരു കളർ കിട്ടും. സവാളയൊക്കെ നന്നായി വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് മല്ലിയില കുറച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് യോജിച്ച് വന്നു കഴിയുമ്പോൾ 1 നാരങ്ങയുടെ നീര് ചേർക്കുക. ഇനി നമുക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിൽ വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങും കൂടി ആ ബീഫിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നാരങ്ങയുടെ വലിപ്പമുള്ള ബോളുകളാക്കുക. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കോഫ്ത 3 തരത്തിൽ ഗ്രേവിയിലോട്ട് ചേർക്കാൻ പറ്റും. ആദ്യത്തെ രീതി ഇത് നേരിട്ട് ഗ്രേവിയിലോട്ട് ചേർക്കാവുന്നതാണ്. രണ്ടാമത്തെ രീതി 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ 15 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം. മൂന്നാമത്തെ രീതി ഞാനിവിടെ കാണിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഒരു പാൻ എടുത്ത് അതിലേക്ക് പൊരിക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ കോഫ്തകൾ ഓരോന്നും നിരത്തി വെച്ച് പൊരിച്ചെടുക്കുക. ചെറിയ തീയിലായിരിക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. ഇത് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഗ്രില്ല് ചെയ്ത് തന്നെ എടുക്കുക. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നത്. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പിക്ചറാണ്. ഈ കാണുന്നത് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഗ്രില്ല് ചെയ്തത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രേവിയാണ്. സമയം കിട്ടുമ്പോൾ ഈ ഗ്രേവി ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കറികൾ ഉണ്ടാക്കി കഴിക്കാം. നമുക്കിനി ഗ്രേവി ഉണ്ടാക്കാം. ഒരു 3 സവാള, 6-7 കഷ്ണം വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ഇഞ്ച് കഷ്ണം കറുവ, ഒരു 5 ഏലക്ക, 2 ടീസ്പൂൺ കസൂരി മേത്തി, കാഷ്യൂനട്ട് ഒരു 20 എണ്ണം. കസൂരി മേത്തിയും ജീരകവും ഇതിൽ മസ്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു പാനിലേക്ക് നമ്മൾ കോഫ്ത ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ അല്പം ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ എണ്ണ ഒഴിച്ചാലും മതി. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഏലക്കയും പട്ടയും നല്ല ജീരകവും കൂടി ചേർക്കുക. നന്നായി ചൂടായിട്ട് ഇതൊന്ന് പൊട്ടി വരണം.
ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 3 സവാള ചേർക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടി യോജിച്ച് ഒന്ന് ആ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയാൽ മതി. കുറേ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വഴന്നു കഴിയുമ്പോൾ 3 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർക്കുക. ഗ്രേവിക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ പിരിയമുളക് പൊടി തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കുരുമുളക് പൊടി 1 ടീസ്പൂണും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന ഇടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 വലിയ തക്കാളി മിക്സിയിൽ വെള്ളം ചേർക്കാതെ ജ്യൂസ് ആക്കിയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ ജ്യൂസ് ഇതിലോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ഉപ്പ് ചേർക്കുന്ന കാര്യം മറക്കരുത്. പാകത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക. ചൂടാറുമ്പോൾ ഇത് മിക്സിയുടെ ബൗളിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ഈ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർക്കുക. മിക്സിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഈ പാനിലേക്ക് ഒഴിക്കുക. നമുക്ക് ആവശ്യമായ അത്ര വെള്ളം ഒഴിക്കാം. ഈ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 3 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ആ കോഫ്തകളെല്ലാം കൂടി ചേർക്കുക. പതുക്കെ ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. കോഫ്തകൾ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം മല്ലിയിലയും കൂടി വിതറി കൊടുക്കുക. ഈ ഗ്രേവി വെച്ച് പനീർ കറി ഉണ്ടാക്കാം, മുട്ടക്കറി ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു.